മനുഷ്യൻ്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ ഏറ്റവും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. അത് കൈമുട്ടലാണ്. ക്ലാപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മനുഷ്യന്മാർക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ കൈമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അൽഷിമേഴ്സ് പോലുള്ള, സ്ട്രോക്ക് പോലുള്ള, മുടികൊഴിച്ചൽ പോലുള്ള, സന്ധിവേദനകൾ പോലുള്ള സകല അസുഖങ്ങൾക്കും ഔഷധമാണ് പോലും ക്ലാപ്പ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും തുടക്കത്തിൽ തന്നെ ഈ പൊട്ടൻ എന്താ പറയുന്നതെന്ന്. പൊട്ടനാണോ എന്ന് പരിശോധിക്കണമെന്നതിന് മുമ്പേ ഗൂഗിൾ അമ്മായി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഫോണിൽ, ആ അമ്മായിയോട് ചോദിക്കണം, വാട്ട് ഈസ് ദ ബെനഫിറ്റ് ഓഫ് ക്ലാപ്പ്? കൈമുട്ടൽ കൊണ്ട് എന്താണ് ഗുണം? ആ അമ്മായി എന്താണ് പറയുന്നതെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇന്നും ഈ നിമിഷം മുതൽ എന്തായാലും കൈമുട്ടും. കാരണം മുടി കൊഴിച്ചതിനുള്ള ഏറ്റവും നല്ല ഔഷധമാണ് കൈമുട്ടൽ. എല്ലാവർക്കും കുട്ടികളാവാൻ ഇഷ്ടമാണ്, പക്ഷെ എന്തൊക്കെയോ ഒരു മസിലാണ്. ഇങ്ങനെ ഞാൻ ഈ സിൽവർ ഹിൽ സ്കൂളിലെ കുട്ടിയുടെ രക്ഷാകർത്താവാണെന്നുള്ളൊരു അതുകൊണ്ടായിരിക്കണം എല്ലാവരും ഒന്നുകൂടി താഴേക്ക് നല്ലൊരു മനുഷ്യനായിട്ട് മുമ്പിലിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് പഠിച്ചു വന്നതോടെ പറയാനും പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ നോക്കുന്നതാണെങ്കിൽ ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല, കാരണം നിങ്ങളെ നോട്ടം ഭീകരമാണ്. ഒരു മനുഷ്യനിങ്ങനെ ഈ സാധനം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം പോലീസിൽ ഇങ്ങനെ കുറേ ആളെ കണ്ടതുകൊണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് എന്നെ നോക്കണം കേട്ടോ. ഈ ഒരു നോട്ടത്തിനെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ മനുഷ്യനാവണം. ഈ മനുഷ്യത്വം കണ്ടിട്ട് വേണം നമ്മളെ മക്കൾ വളരാൻ. അതാണ് എൻ്റെ വിഷയം. എനിക്ക് തന്ന വിഷയം സൈബർ ലോകത്തെക്കുറിച്ച് സംസാരിക്കാൻ. സൈബർ ലോകം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഇന്നത്തെ മക്കളെ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. കേരളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ നമുക്ക് അത്രയേറെ വിശ്വാസമാണ്. മക്കളെ എങ്ങനെയൊക്കെയോ പോറ്റണം എന്നുള്ളതാണ് ഓരോ രക്ഷാകർത്താവിൻ്റെയും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാര്യയൊക്കെ പറയാറുണ്ട്, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ ഓക്ക് കിട്ടണം. മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോളായിരിക്കും വലിയ മോളാണ്, 5ാം ക്ലാസ്സാണ്. എൻ്റെ അച്ഛൻ എന്നെ ടൂറിന് വിടാത്തതുകൊണ്ട് ഓളെ ഞാൻ ടൂറായിരിക്കും. എൻ്റെ അച്ഛൻ സൈക്കിൾ വാങ്ങിച്ച് തരാത്തതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പറക്കും. അതും മനുഷ്യക്കോലയില്ലാത്ത ബൈക്കിലോള് പറക്കുന്നത് എനിക്കൊന്ന് കാണണം. അങ്ങനെ വേണ്ടാത്ത സ്വപ്നങ്ങൾ. എല്ലാ വിഷയത്തിലും A+ കിട്ടുമ്പോൾ കുട്ടിയേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ ഭാര്യക്കാണ്. ഓളം നടത്താണ് മാറുന്നത്. A+ കിട്ടുമ്പോൾ ഈ കോഴിക്കോട് ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളെ വടകര എന്ന് പറയുന്നത് കടത്തനാട് തെയ്യത്തിൻ്റെ നാടകമാണ്. ഓരോ ആളുകൾക്കനുസരിച്ചിട്ടുള്ള തെയ്യമുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മകൾക്ക് A+ കിട്ടുമ്പം ഭാര്യക്കുള്ള മാറ്റം ഭഗവതീനെ പോലെയാണ്. ഭഗവതീൻ്റെ ഒരു നടത്തുണ്ട്. അവസാനം ഇങ്ങനെ ഒരു അഹങ്കാരത്തോടുകൂടി ഒരു വട്ടം കറങ്ങലുണ്ട്. എൻ്റെ മകൾക്ക് A+ കിട്ടിയതിന് എൻ്റെ ഭാര്യ നടത്തം മാറ്റിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മക്കളെ മക്കളായി കാണും. പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് A+ കിട്ടിയ ഭാര്യ പറയുന്നത് എന്താ പറയുക, എൻ്റെ കഴിവാണ്, ഞാനാണ് അവളെ പഠിപ്പിച്ചത്. ഏതെങ്കിലും വിഷയത്തിൽ തോറ്റുപോയല്ലേ? പണ്ടാരം മാഷ് അങ്ങനെ തന്നെയാണ്, ഒന്നും പഠിപ്പിച്ചിട്ടില്ല, സ്കൂളാണ് മോശം. അപ്പോൾ ക്രെഡിബിലിറ്റി മുഴുവൻ എനിക്കും മറ്റു മോശത്തരങ്ങളെല്ലാം മറ്റുള്ളവർക്കും ചാർത്തി കൊടുക്കുന്ന ഒരു സുന്ദരിയായ ഭാര്യയുണ്ട് എനിക്ക്. നിങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ തങ്കപ്പെട്ട മക്കളെ എങ്ങനെ പോറ്റണമെന്നറിയാവുന്ന നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. കേരളത്തിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല, കോഴിക്കോടിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല. മൊബൈൽ ഫോൺ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, മക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, മക്കളൊക്കെ തങ്കപ്പെട്ട മക്കളാണ്. ജനിക്കുമ്പോൾ കരയാൻ മാത്രം അറിയാവുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ എൻ്റെയൊക്കെ കുട്ടി. ആ കുട്ടിയോട് അച്ഛനെന്നും അമ്മയെന്നും ഉപ്പയെന്നും ഉമ്മയെന്നും അല്ലെങ്കിൽ പപ്പ എന്നും നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ആ കുട്ടി ആജീവനാന്തം അത് തന്നെയാണ് വിളിച്ച് ശീലിച്ചത്. അതിനപ്പുറത്തേക്ക് പെട്ടെന്നൊരു വിളി മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല. അത് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ഏറ്റവും നല്ല ഉദാഹരണം അത് തന്നെയാണ്. 5ാമത്തെ വയസ്സിൽ കുട്ടിയുടെ തലച്ചോറ് പെർഫെക്റ്റായി വളരുന്നു. ആ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം. മക്കൾ നിങ്ങളോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ 5ാമത്തെ വയസ്സ് മുതൽ അതിനു മുമ്പേ കുട്ടിയെ ചേർത്ത് നിർത്താൻ പഠിപ്പിക്കണം. ശീലങ്ങൾ, ശീലക്കേടുകൾ, നന്മകൾ, അങ്ങനെ എല്ലാം അത് തന്നെയാണ് ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ നേരത്തെ പറഞ്ഞത്. ചാരിറ്റി കുട്ടികൾ കണ്ടു വളരണം. മറ്റുള്ളവരെ സഹായിക്കേണ്ടുന്ന ബോധം നമ്മുടെ മക്കളുടെ തലച്ചോറിലേക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അശ്രദ്ധരെ സഹായിക്കണം, സ്പോർട്സിൽ തിളങ്ങണം, കലയിൽ തിളങ്ങണം. A+ മാത്രമല്ല കുട്ടിയുടെ ലക്ഷ്യം. A+ കിട്ടിയാൽ വളരെ നല്ലത്, A+ കിട്ടിയിട്ടില്ല എങ്കിൽ അതിലും നല്ലത് എന്ന് ചിന്തിക്കാൻ. A+ കിട്ടണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ കുട്ടിയുടെ കൂടെയുണ്ട്, മോളുടെ കൂടെയുണ്ട്, മോൻ്റെ കൂടെയുണ്ട് എന്ന്
ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന രക്ഷാകർത്താക്കളാണ് ഇവിടെ വളർന്നു വരേണ്ടത്. കുറേ പൈസ കൊടുത്തത് കൊണ്ടോ എല്ലാ സൗകര്യവും നൽകിയത് കൊണ്ടൊന്നും കുട്ടി കുട്ടിയാവില്ല എന്ന് 20 കൊല്ലത്തെ പോലീസ് ജീവിതം ഞങ്ങളെ ദിവസവും കാണിച്ചു തരുന്നു. ഞങ്ങൾ കാണുന്നതും നിങ്ങൾ കാണാത്തതുമായ സംഭവങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ദിവസം പറ്റുവാണെങ്കിൽ 2 ദിവസം വരിക. മടുത്ത് ഓടിക്കളിയുന്നത്. പോലീസ് ക്രൂരനാണ്, ഭീകരനാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എങ്കിലും ഇങ്ങനെയെങ്കിലും ആകുന്നുണ്ടോണ്ടെന്നറിയോ? എന്തോ ഒരു സുഹൃതം കൊണ്ടാണ് സമൂഹം അത്രയേറെ മാറി. ഒക്ടോബർ 2-ാം തീയതി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ട ഒരൊറ്റ രക്ഷാകർത്താക്കൾക്കും കസേരമേലിരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞതെന്തറിയോ? ഇതേ രീതിയിൽ കേരളം ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞാൽ യുവാക്കൾ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടാവില്ല എന്ന്. പത്രം വായിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ല. കണ്ടിട്ടുണ്ടോ പത്രം? രാവിലെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ 4 മടക്കായിട്ടൊരു സാധനമുണ്ട്. അതൊന്ന് എടുക്കണം. ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നേരും. അതൊന്ന് വായിക്കണം. ആ പത്രം ദിവസവും വായിക്കുന്നൊരു കുട്ടിയുണ്ട് കേരളത്തിൽ. സിവിൽ സർവീസ് പരീക്ഷയിൽ 6-ാം റാങ്ക് കിട്ടിയ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ എവിടെയും ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, പക്ഷേ 3-ാമത്തെ വയസ്സ് മുതൽ പത്രം വായിക്കുന്നൊരു സ്വഭാവമുണ്ട്. പത്രത്തിൽ ഓരോ അക്ഷരങ്ങളും വരിവിടാതെ വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതെന്ന്. 1200-ൽ 1200 +2 കിട്ടിയ വടകരക്കാരി ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് നീ 1200-ലേക്ക് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട 2 വസ്തുക്കൾ മാറ്റി. ഒന്ന് മൊബൈൽ ഫോണാണ്. PV സിന്ധു എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാഡ്മിൻ്റൺ താരം, അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് സിന്ധു എല്ലാ ഫൈനലിലും തോറ്റുപോകുന്ന സിന്ധു എങ്ങനെയാണ് ഈ ഫൈനലിൽ എതിരാളിയെ ലോക നമ്പർ 1 താരത്തെ എങ്ങനെയാണ് മലർത്തിയടിച്ചതെന്ന് വെച്ചപ്പോൾ സിന്ധുവും പറഞ്ഞു, ഞാനും ഉപേക്ഷിച്ചു 2 സാധനങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും, ജങ്ക് ഫുഡാണ് ഒന്ന് ഒഴിവാക്കിയത്. ഷവർമ ബൾഗർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ മൊബൈൽ ഫോൺ, എൻ്റെ സ്മാർട്ട് ഫോണിനെ ഞാൻ മാറ്റിവെച്ചു. എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ നിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് ചോദിച്ചപ്പോൾ, എങ്ങനെയാണ് തളർത്തിയതെന്ന് ചോദിച്ചപ്പോൾ സിന്ധു പറഞ്ഞു, ഞാൻ പ്രാക്ടീസിന് വരുമ്പോൾ മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഷോട്ടുകൾ കളിച്ചു പഠിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് പി 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 കീ കീ കൂക്കു, ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഈ കോൺസെൻട്രേഷൻ, എൻ്റെ കോക്കിലേക്കുള്ള കോൺസെൻട്രേഷൻ മാറി എൻ്റെ മൊബൈൽ ഫോണിലേക്ക് മാറിയപ്പോൾ എൻ്റെ പ്രാക്ടീസ് അവിടെ അവസാനിച്ചു. അതെടുത്ത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കസേലമ്മലിരുന്ന് തോണ്ടി എൻ്റെ 2 മണിക്കൂർ പ്രാക്ടീസ് അവിടെ അവസാനിച്ചു. അതൊഴിവാക്കിയപ്പോഴാണ് ജീവിതത്തിലേക്ക് എൻ്റെ വിജയം കൈവരിച്ചതെന്ന്. അപ്പം ഇങ്ങനെ വിജയിച്ച ആളുകൾ പറയുമ്പോൾ നിങ്ങളും ഞാനും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെ എന്നോട് ചേർത്ത് പിടിക്കാൻ, എൻ്റെ ഭാര്യയെ എന്നോട് ചേർത്ത് പിടിക്കാൻ, എൻ്റെ കുടുംബത്തെ എന്നോട് ചേർത്ത് പിടിക്കാൻ ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. മക്കളെ 5 വയസ്സിന് താഴെ നിയന്ത്രിക്കാൻ കഴിയണം, നിയന്ത്രിച്ചേ പറ്റൂ. അതുതന്നെയാണ് ഫാദർ പറഞ്ഞത്. എനിക്കിപ്പോൾ ഇവിടുത്തെ പാരൻസ് മീറ്റിങ്ങിന് ആ പാരൻസിൻ്റെ ഡാൻസ് കണ്ടപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ? നമ്മളെ മനസ്സിലും ഒരു ചെറിയ കുട്ടിയുണ്ട്, ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരാ അവിടെ ഉള്ളത്? നിങ്ങളെ സ്വഭാവം ശരിക്കും കാണണമെങ്കിൽ നിങ്ങളെ 10-ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പ് ചെന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ സമുന്നതരായ ആളുകളൊക്കെ അവിടെ വെറും കുട്ടികളാണ്. നമ്മളുള്ളിലുണ്ട് സ്നേഹം. ആ സ്നേഹം കാണിക്കാൻ, ആ ഒരു സ്വഭാവം വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് ഈ സൈബർ സ്പേസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. 2-ാമത്തെ ഏറ്റവും ഭീകരമായ കേസ് നിങ്ങളെ കോഴിക്കോട് കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മിനിഞ്ഞാന്ന് 8-ാം ക്ലാസ്സിലെ കുട്ടിയാണ് ആത്മഹത്യ ചെയ്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് ചെന്ന് നോക്കാം അങ്ങക്ക് പോകുമ്പോൾ. ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് സൂയിസൈഡ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ഞാൻ 1 വർഷമായി ലഹരിക്കടിമയാണെന്ന്. MDMA എന്ന് പറയുന്ന സാധനം 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ലോകം എവിടെ എത്തി? അതിൻ്റെ മുഖ്യമന്ത്രി 10 കൊല്ലം കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന്. 1 കൊല്ലം MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി ഉപയോഗിച്ചിട്ട് എന്തേ ആ രക്ഷാകർത്താക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? എന്തേ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? വളരെ പ്രസക്തമായ ചോദ്യം. അത് നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് ടെൻഷനുണ്ട്. കോഴിക്കോട് ജില്ല സ്വസ്ഥമായ ജില്ലയല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം. 2-3 ആഴ്ച മുമ്പാണ് നിങ്ങളെ കോഴിക്കോട് സിറ്റിയിലുള്ള 14 വയസ്സുകാരൻ ഫാനിൻ്റെ മേലെ കെട്ടി തൂങ്ങി മരിച്ചത്. 14-കാരൻ്റെ ശവം പോലീസ് എടുത്ത് താഴെ വെച്ച് ശരീരം മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കീശയിൽ നിന്നൊരു കടലാസ് കഷ്ണം കിട്ടി. പോലീസ് ആ കടലാസ് കഷ്ണം വായിച്ചപ്പോൾ ചിരിച്ചുപോയി പോലീസിനോട്. നാട്ടുകാർ പറഞ്ഞു, പോലീസ് പണ്ടേ ഇങ്ങനെയാണ്, മരിച്ച വീട്ടിൽ നിന്നും ചിരിക്കും.
ആ പറഞ്ഞ ആളിനെ പോലീസ് ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വരൂ, നിങ്ങൾ ഈ കഷ്ണം കടലാസ് വായിക്കൂ. ആ വായിച്ച മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു പോയി. 14 വയസ്സുകാരൻ കടലാസിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, ഡോട്ട് ഡോട്ട് ഡോട്ട്, എൻ്റെ അക്വേറിയത്തിലെ മീൻ മരിച്ചുപോയി, അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ മരിക്കുന്നത്. 14 വയസ്സുകാരൻ്റെ അക്വേറിയത്തിലെ മീൻ മരിച്ചതിന് നിങ്ങളെ കോഴിക്കോട് സിറ്റിയിലെ 14 വയസ്സുകാരൻ മരിച്ചിട്ടുണ്ട് എങ്കിലും അവൻ്റെ അച്ഛൻ്റെ സ്ഥാനം എവിടെയാണ്? അവൻ്റെ സ്കൂളിൽ അധ്യാപകൻ്റെ സ്ഥാനം എവിടെയാണ്? സമൂഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഓനും മീനും മാത്രം മതിയോ ഈ ലോകത്ത്? നിങ്ങളെ മക്കൾ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് എൻ്റെ ടെൻഷൻ ആലോചിച്ച് നോക്കും. നാട്ടാറ് മുഖത്ത് നോക്കാൻ പറ്റും മീൻ മരിച്ചിട്ട്. ഞാൻ ആലോചിക്കും, എൻ്റെ അച്ഛൻ എന്നൊക്കെ ഇഷ്ടപ്പെട്ട പശുക്കുട്ടീനെ അച്ഛൻ വിറ്റിട്ടുണ്ട്, എല്ലാത്തിനും വിറ്റു. പക്ഷെ എനിക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. കാരണം എന്താ പറയുക, അച്ഛനാറ്റൻ്റെ മീനെ കൊന്നിട്ടുണ്ട് എങ്കിൽ ഒന്നുകിൽ അച്ഛൻ്റെ കീശയിൽ നിന്ന് പൈസ കെട്ടിട്ട് ഞാൻ മീമാവും, ഇല്ലെങ്കിൽ അച്ഛൻ കൊണ്ടച്ഛൻ പിന്നെ കുരുമുളക് ഞാൻ വിൽക്കും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി കക്കും. കള്ളൻ എന്ന പേര് അച്ഛൻ ആദ്യം കിട്ടുക, അതുകൊണ്ട് അച്ഛന് പേടിയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു മീനിന് അങ്ങനെ വേണ്ട. ബൈക്കിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തിട്ടില്ലേ? 15 വയസ്സുള്ള കുട്ടികളൊക്കെ ഈ സിറ്റിയിൽ ബൈക്ക് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ധൈര്യമാണ് രക്ഷാകർത്താക്കൾക്ക്. അതുകൊണ്ട് എൻ്റെ വിഷയം, എനിക്ക് സമയം കുറച്ചായതുകൊണ്ട് ഞാൻ അധികം വിശാലമായി പറയുന്നില്ല. എൻ്റെ വിഷയം കുട്ടികളല്ല പ്രശ്നം. കുട്ടികൾ തങ്കപ്പെട്ട് കുട്ടികളാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ അച്ഛ അച്ഛ, ബാപ്പ, ഉപ്പ, ഉമ്മ, പപ്പ എന്നൊക്കെ ഡാഡി എന്നൊക്കെ കുട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ നല്ല നന്മയുണ്ട്. ശരിയാണോ? കുട്ടി നമ്മൾ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉള്ളു കൂടിയേ വിളിച്ചിട്ടുള്ളൂ, പുറത്ത് വിളിച്ചിട്ടില്ല. അപ്പോൾ കുട്ടിക്ക് നിയന്ത്രിക്കാനുമുള്ള നല്ല ശക്തിയുണ്ട്. പിന്നെ എന്തേ പറയുന്ന പോലെ 14 വയസ്സുകാരൻ മീൻ മരിച്ചാൽ കുട്ടി ചാവുന്നു. ആ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള 14 വയസ്സുകാരൻ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം 18ാമത്തെ തട്ടം താഴേക്ക് താഴി മരിച്ചത്? അവൻ്റെ കീശയിൽ നിന്നും കിട്ടി കത്ത്. പോലീസ് അത് പരിശോധിച്ച് പോകുമ്പോൾ പോലീസിനോട് വീണ്ടും ചിരിച്ചുപോയി. ഇവനും എഴുതി, ഞാൻ വിട പറയുകയാണ്, ഹാപ്പി ബർത്ത്ഡേ അച്ഛ. അച്ഛൻ്റെ ജന്മദിന സമ്മാനം അച്ഛന് നൽകിയത് ഈ മരണമാണ്. അച്ഛൻ്റെ ജന്മദിന സമ്മാനത്തിന് ഈ കുട്ടി നൽകിയത് മരണമാണ്. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിമിന് അടിമപ്പെട്ട് ആരും ഒരിക്കലും കാണാത്ത അഡ്മിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് അച്ഛൻ്റെ ജന്മദിനത്തിൽ കുട്ടിയെ കൊല്ലിപ്പിക്കാൻ ആ ചങ്ങാതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളും ഞാനും രക്ഷാകർത്താവാണോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. കതിരൂരിൽ 14 വയസ്സുകാരൻ ഗെയിം കളിച്ചിട്ടാണ് മരിച്ചത്. നടക്കാവിലുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. രാവിലെ മാല മോഷ്ടിച്ചതും ഉച്ചക്ക് മാല മോഷ്ടിച്ചതും ബൈക്കിൽ വന്ന് തട്ടിപ്പറിച്ചതും. അതും എഞ്ചിനീയറിംഗിൽ ആദ്യ 10 റാങ്കിൽപ്പെട്ട ഒരു കുട്ടി. അവരോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ വൃത്തികെട്ട പരിപാടിക്ക് നിന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓൺലൈൻ റമ്മി കളിച്ച് 28 ലക്ഷം രൂപ നഷ്ടം വന്നപ്പോൾ എനിക്ക് മറ്റു മാർഗമില്ലാതെ പോയി. എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അച്ഛൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ കളിച്ചത്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും നല്ല മാർഗം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളിൽ നിന്ന് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 94.5% വാങ്ങിയ ഒരു കുട്ടിയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ്റെ മകൻ. ഭാര്യയും അങ്ങനെ തന്നെ. ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോന് ചെറിയ സംതിങ് റോങ് ഉണ്ട്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എത്ര മാർക്കുണ്ട്? 94. CBSE കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവൻ ഞങ്ങളൊന്നും അറിയാതെ 2 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാംഗ്ലൂരിൽ ടൂർ പോയി. ഇന്നൊരു ലജ്ജയുമില്ലാതെ എൻ്റെ മുന്നിലൂടെ കയറി വന്നു അവൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ ചോദിച്ചു, എവിടെയാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബാംഗ്ലൂർ, കൂട്ടുകാരുടെ കൂടെ പോയതാണ്. എനിക്കൊരു നിയന്ത്രണവുമില്ലാതെ പോയി. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, അവന് മൊബൈൽ ഫോൺ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അതുണ്ട് അവന്. നിങ്ങൾ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊടുത്തതല്ല, അവൻ വാങ്ങിച്ചതാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം അവൻ പറഞ്ഞു, പരീക്ഷ എഴുതണമെങ്കിൽ എനിക്ക് ഫോൺ വേണം. സമൂഹത്തിലെ മാന്യതക്കനുസരിച്ച് ജീവിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് മകൻ പരീക്ഷ എഴുതില്ല എന്ന് പറയുന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ അച്ഛനും അമ്മയും കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അത് 10ാം ക്ലാസ്സിൽ നിന്നല്ല, 9ാം ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ സ്വന്തമായി മൊബൈൽ ഫോൺ അവൻ ഓരോ കാര്യങ്ങളും നേടിയെടുത്തത് ഇങ്ങനെ വാശിയിലൂടെയായിരുന്നു. അമ്മയ്ക്കും അച്ഛനും അവമാനമുണ്ടാകുമെന്ന് നല്ല വിശ്വാസമുള്ള ആ കുട്ടി അതിനനുസരിച്ച് അമ്മയും അച്ഛനെയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുത്തത്. അങ്ങനെ അവൻ ജീവിതത്തിലെ രക്ഷാകർത്താവായി, അച്ഛനും അമ്മയും കുട്ടികളുമായി. അതുകൊണ്ടാണ് പറഞ്ഞത്, സമൂഹത്തിലെ ഡിഗ്നിറ്റി അല്ല വിഷയം. നല്ലൊരു പാരൻ്റ് ആവുക, നല്ലൊരു അച്ഛനാവുക. അങ്ങനെ അച്ഛനായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. 5 വയസ്സ് മുതൽ കുട്ടിയെ നിയന്ത്രിക്കാൻ. നിങ്ങളെ കുട്ടിയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടാ, ഇങ്ങോട്ട് വരൂ, അപ്പോൾ വരുന്നു.
ഓപ്പൺ ദ ബുക്ക്, അപ്പോൾ ബുക്ക് തുറക്കുന്നു. നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമ്പോൾ കഴിക്കുന്നുണ്ടോ? ഉണ്ടാ? എന്നാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. അതല്ല, നിങ്ങൾക്കെതിരാണ്. എൻ്റെ മക്കളൊക്കെ പറയുന്നറിയോ, അച്ഛനൊന്നും അറിഞ്ഞൂടാ, ഞങ്ങൾ പറയും നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. അച്ഛൻ പൊട്ടനാന്ന് അവൻ പറയുന്നത്. അച്ഛൻ എന്തെങ്കിലും അറിയാവാ, ഞങ്ങൾ ചങ്ക് ബ്രോസ്, ഓല് കുറച്ച് ബ്രോസ് ഉണ്ട്, ഓല് പറയുന്നതാണ് പോലും ഭയങ്കരം. അച്ഛൻ മിണ്ടാണ്ടക്ക് അമ്മ അനങ്ങണ്ട. ഈ രീതിയിൽ എൻ്റെ 5ാം ക്ലാസ്സിലെ മോൻ വളരുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ എനിക്ക് തന്ന ടോപ്പിക്ക് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ മാത്രമല്ല ഇവിടുത്തെ വിഷയം, ലഹരിയാണ് വിഷയം. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾ ഉണ്ടോന്നില്ല? ഉണ്ടില്ലേ? എന്നാൽ മിണ്ടണം. നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മിണ്ടാണ്ട് നിൽക്കട്ടെ, കുട്ടി മിണ്ടൂല. ചൊട്ടയിലെ ശീലം പറഞ്ഞോളി, ചുടല വരെ. സിഗ്മണ്ട് ഫ്രോയിഡ് പണ്ട് സ്റ്റാൻഡേർഡ് പറഞ്ഞു, 5 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണമാവുന്നു, എന്താണോ കുത്തി വെച്ചു കൊടുക്കുന്നത് അതാണ് കുട്ടിയുടെ സ്വഭാവം. ഇത് നമ്മളെ കാരണവർ പണ്ടേ പറഞ്ഞു, ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പോൾ നിങ്ങളെ കുട്ടി സംസാരിക്കണമെന്നും. അതാണ് ഫർസാന സന്ത് പറഞ്ഞു, ഇന്ത്യയിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, യുവാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ആത്മവിശ്വാസമില്ലാത്ത മനസ്സാണ് പോലും. നിങ്ങൾ ഇരുത്തവും ഗംഭീരമായിട്ടുണ്ട്, മേക്കപ്പ് എല്ലാം ഗംഭീരമാണ്, ഇരുത്തം നോട്ടം അതിലും ഗംഭീരം. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുന്നു പറഞ്ഞായില്ലേ, സിൽവർ ഹിൽസ് സ്കൂളിലെ പാരൻസ് ആണെന്ന് നിങ്ങൾ നോക്കൂല. അപ്പം തന്നെ പറയും, പഠിച്ചോനെ പള്ളിയിൽ നെയ്വിളക്ക്, മറ്റെടുത്ത് മെഴുകുതിരി, ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ. പിന്നെ എങ്ങനെ ഞങ്ങളെ കുട്ടികൾ നന്നാവുക? കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളല്ലേ. വസ്ത്രത്തിലൂടെയല്ല ആത്മവിശ്വാസം, മാനസികമായ ഉൾക്കരുത്ത് കൊടുക്കണം. A+ അല്ല വിഷയം. അതുകൊണ്ട് നിങ്ങളാണ് നന്നാവേണ്ടത്. എൻ്റെ വിഷയം അതാണ്, നിങ്ങളാണ് നന്നാവേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? ഉയിസ്ന. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ രക്ഷകർത്താക്കളൊക്കെ ഫടാ എന്ന് ഉത്തരം പറയുന്ന ഞാൻ വിചാരിച്ചത്. ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളിന്ന് വീട്ടിലൊന്നും പോണ്ട, എവിടെങ്കിലും പോയി മരിച്ചോളി. കാരണം എന്താണെന്നറിയോ, ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. രക്ഷകർത്താക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അപ്പം കുറച്ചാൾ വിചാരിച്ചിട്ടുണ്ടാവും അവൻ ഉമ്മളാളാ, വൈകുന്നേരം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ലഹരിയുടെ ആൾ തന്നെയാണ്. ലഹരിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ലഹരി എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കൂലേനു. ലഹരി എന്ന വാക്കിൻ്റെ നിർവചനം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറയാം, മൊബൈൽ ഫോൺ മാത്രമല്ല ഇവിടുത്തെ വിഷയം. ലഹരി എന്ന വാക്കിൻ്റെ നിർവചനം ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു വസ്തു കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ആ വസ്തുവിനെ, ആ സാധനത്തെ, ആ സംഗതിയെ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുമ്പോൾ, വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ ആ സാധനത്തെ, വസ്തുവിനെ, സംഗതിയെ ലഹരി എന്ന് വിളിക്കുന്നു. ഒരു സാധനം കാണുക, വീണ്ടും വീണ്ടും കാണാൻ തോന്നുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എന്താണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒന്ന് പറ, വേഗം പറ. സിൽവർ ഹിൽസ് സ്കൂളാ? അത് അച്ഛൻ കേൾക്കേണ്ടിട്ട് പറഞ്ഞതാണ്, എനിക്കറിയാം, നല്ല എനിക്കറിയാം. അങ്ങനെ സിൽവർ ഹിൽസ് സ്കൂളിലേക്ക് വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിൽവർ ഹിൽസ് സ്കൂളാണ് ലഹരി. ഓക്കെ. രാവിലെ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, ചൂടുവെള്ളം കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ കാപ്പിയും ചൂടുവെള്ളവും ചായയും ലഹരിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം വായിക്കണമെന്ന് മുട്ടുന്നുണ്ട് എങ്കിൽ പത്രം വായനയാണ് ലഹരി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? അതുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എന്താണ് ലഹരി? യെസ്, മൊബൈൽ ഫോൺ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ തോണ്ടണം, മാന്തണം, കൂടെ കിടക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഫോണാണ് ലഹരി. സീരിയൽ കാണണം എന്ന് മുട്ടുന്നുണ്ട് എങ്കിൽ സീരിയലാണ് ലഹരി. സിനിമ കാണണം, ചിത്രം വരയ്ക്കണം, വായിക്കണം അങ്ങനെ തോന്നുന്നുവെങ്കിൽ, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പ്രാർത്ഥനയാണ് ലഹരി. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നാടിനെ നന്നാക്കണം എന്ന് മുട്ടുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയമാണ് ലഹരി. ഇപ്പൊ നിങ്ങൾക്ക് എന്തെന്നാ പിള്ളയിൽ എന്തുകൊണ്ട്? യെസ്, പോട്ടെ. വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടാ? എന്താണ്? അമ്പമ്പോ, സ്നേഹം. തങ്കപ്പെട്ട, വെരി ഗുഡ്. സ്നേഹം ഒരു ലഹരിയാണ്, സ്പോർട്സ് ഒരു ലഹരിയാണ്. അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് നമ്പർ 1 ലഹരിയാണെങ്കിൽ കുട്ടീനെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം കുട്ടിക്ക്.
അതിന് എൻ്റെ ഭാര്യ ഒന്നും സമ്മതിക്കില്ല. മണ്ണിലിറങ്ങുമ്പോൾ പറയും വൈറസ്, ബാക്ടീരിയ. ആ പൂമ്പാറ്റല്ലോ വാലരമരാറ്റം കളിക്കുടുക്കലുണ്ട്, ബാക്ടീരിയ വരുന്നു. അങ്ങനെ കഥ കേട്ട് കേട്ട് കുട്ടിയുടെ മനസ്സിൽ ബാക്ടീരിയ വല്ലാത്തൊരു സാധനം. ഞാൻ പറഞ്ഞ ഭാര്യ ഇനി എന്താ പറയുക, അങ്ങനെ ബാക്ടീരിയ തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ചളിയിലും മണ്ണിലും കളിച്ചിട്ട് തന്നെയാണ് വളർന്നത്. അവൾ പറഞ്ഞു ഈ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എന്തൊക്കെ ഉണ്ട് പണ്ടത്തെ പോലത്തെ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോനെ എന്നെ പോലെയെങ്കിലും ആയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറൊന്നും ഇതൊക്കെ തന്നെയല്ലേ ലഹരിയുള്ളൂ അല്ലേ? ഫുഡ് വെരി ഗുഡ്, ഫുഡ് തിന്നണം എന്നാണെങ്കിൽ ഓക്കെ. എന്നാൽ നിങ്ങളൊന്നും പറയാത്ത രണ്ട് ലഹരി ഉണ്ട്. അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്. നിങ്ങൾ കല്യാണം കഴിച്ചതാ? ഭർത്താവിനെ കാണണം വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നില്ലേ? ഉണ്ടാ? ഇല്ല. മനസ്സിലായില്ലേ? ഇനി ക്ലാസ് ഒന്നും എടുക്കണ്ട, സംഗതി മനസ്സിലായല്ലോ. അപ്പൊ ഭർത്താവിനെ കാണണം വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഭർത്താവാണ് ലഹരി, അല്ല എങ്കിൽ ഭർത്താവ് ലഹരിയല്ല. സാർ, നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? ഭാര്യയെ കാണണം വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഭാര്യ ലഹരി. രണ്ടാക്കില്ലട്ടോ. അപ്പൊ സമൂഹത്തിന്റെ എങ്ങോട്ടാണ്? കുടുംബം എന്ന് പറയുന്ന സാധനത്തിലൊന്നും വിശ്വാസമില്ല എന്നുള്ള. രണ്ടുപേർക്ക് മക്കളെ കാണണം എന്ന് തോന്നുന്നുണ്ടോ? മക്കളെ കാണണം വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുവെങ്കിൽ മക്കളല്ലേ ലഹരി? 4 പേർക്കും വീട്ടിലേക്ക് പോകണം എന്നാണ് തോന്നുന്നത് എങ്കിൽ വീടല്ലേ ലഹരി? അല്ലേ? പക്ഷെ ഞാനില്ലേ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ കുറച്ചു കാലം സൈബർ സെല്ലിൽ 50 കൊല്ലം അവിടെ ഉണ്ടേന്. അതുകൊണ്ട് നിങ്ങളെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാം. ആരും അറിഞ്ഞൂടാന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് ആരാ ലഹരി എന്ന് എനിക്കറിയാം. കേരളത്തിലെ 60% അച്ഛനും അമ്മയ്ക്കൊന്നും ഭാര്യയൊന്നുമല്ല ലഹരി. ഭർത്താവിന് ഭാര്യയല്ല, ഭാര്യയ്ക്ക് ഭർത്താവിന്. നോക്കുമ്പോൾ എനക്കും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിച്ച് 1-2 കൊല്ലം ഭയങ്കര ലഹരിയാണ്. കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ലഹരിയോട് ലഹരി. ഓരോ നിമിഷവും ഞാൻ മൊളുട്ടി, തങ്കുട്ടി, തിന്നോടാ, കുളിച്ചോടാ, ഇന്ന് ഏത് ഡ്രസ്സാടാ ഇട്ടത്, ഇങ്ങനെ ചോദിക്കുമ്പോയില്ലേ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിച്ച് 1.5 കൊല്ലം 2 കൊല്ലം വരെ ഞാൻ വീണ്ടും ചോദിച്ചു, മുള്ളൂട്ടി തിന്നോടാ, നീ കഴിച്ചോടാന്നൊക്കെ. ഇപ്പം ഇല്ലേ, എന്തോ എനക്കെന്തോ ഒരു മൃഗങ്ങളെ പോലെ തന്നെ. പക്ഷെ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട് ഇങ്ങനെ. നമ്മനും ഭാര്യ ഇങ്ങനെ ഈറ്റെടുക്കണം അച്ഛ എന്നുള്ള വിളി കാണുമ്പോ ഇല്ലേ, അത് ശരി, നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടല്ലേ? യെസ്, കറക്റ്റാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട്, അതോടെയാണ് വിഷയം. എന്താണ് നിങ്ങൾക്ക്, ആരോടാണ് സ്നേഹം, ആരോടാണ് ഇഷ്ടം? അത് മനസ്സിലാകണമെങ്കിലേ നിങ്ങളെ വാട്സപ്പ് എടുത്ത് പരിശോധിക്കണം. നിങ്ങൾ ഭർത്താവ് ഭാര്യക്കൊക്കെ ലവിൻ്റെ ചിഹ്നം അയക്കലുണ്ടാ? ഞാൻ കല്യാണത്തിന് മുമ്പ് 2 കൊല്ലം അയച്ചിരുന്നു ഓരോന്നിനും. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ലവ് ഓക്കയക്കാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ അയക്കുന്നുണ്ട്. അവിടെയാണ് ആരോടാണ് ലഹരി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊക്കെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളെ സ്റ്റാറ്റസൊക്കെ കാണുമ്പില്ലേ, അപ്പം തന്നെ ലവ് ഇട്ടാളിയും. അപ്പൊ എവിടെയാണ് പ്രശ്നം? ആർക്കാണ് ഇപ്പൊ മനസ്സിലായില്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ. ഭർത്താവിന് ഭാര്യയെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ മക്കൾക്കും ഇങ്ങനെ കുടുംബത്തെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലഹരി അരുത് എന്ന് പോലീസ് ഇതുവരെ ആരോട്. നിങ്ങൾ ലഹരി അരുത് എന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചില്ലേ? നിങ്ങൾ എന്ത് അരുത് എന്ന് പറഞ്ഞത്? ഭർത്താവ് അരുത്, വീടരുത്, മനസ്സിലായില്ലേ? ഭക്ഷണം അരുത്, സ്പോർട്സ് അരുത് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ മെഴുകുതിരിയും ചൂട്ടൊക്കെ കത്തിച്ചത്? നോർമലി പോലീസ് ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പോലീസ് ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യമുണ്ട്. പോലീസ് ലഹരി അരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. അങ്ങനെ ജീവിതം ലഹരിയായ ഒരു കുടുംബത്തിലും മറ്റൊരു ലഹരി കടന്നു വന്നിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളും ജീവിതത്തെ സ്നേഹിക്കുക. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യനെയും, മക്കളെയൊക്കെ മാതൃകാപരമായി സ്നേഹിക്കുക. അത് കണ്ടു വളരട്ടെ നമ്മളെ കുട്ടികൾ. അതിന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ, നമുക്ക് 5 വയസ്സ് വരെ നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് ഈറ്റയുടെ സ്വഭാവം. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ നമ്മൾ മാതൃകാപരമായി അഭിനയിക്കണം. ഇപ്പം ഞങ്ങൾ മോളൂട്ടി തിന്നോടാ, രാവിലെ എഴുന്നേറ്റോടാ, അമ്മക്ക് കൊടുത്തോടാ, പശുവിനെ കെട്ടിയോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലേ, എൻ്റെ കുട്ടികളും ആ രീതിയിലേക്ക് മാറി വരുന്നുണ്ട്. സത്യമാണത്. കുട്ടി മാറും, ഒരു തർക്കവും ഇല്ല. അപ്പം എൻ്റെ ഭാര്യ ചോദിക്കും, ഇതെപ്പം അടികൂടുകയെന്ന്. ഞാൻ പറഞ്ഞു, ആ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അത് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ആരാണ് നമ്മളെ കുട്ടികൾ വഴിതെറ്റി? 14 വയസ്സുകാരൻ മീൻ ചത്തുപോയിട്ട് മരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി
ആ മീനിൻ്റെ അത്ര പോലും ഇഷ്ടം കൊടുക്കാൻ കഴിയാത്ത മനുഷ്യനായിരിക്കണം. മൊബൈൽ ഫോൺ കളിച്ച് അച്ഛൻ്റെ ജന്മദിനത്തിന് മരണം സമ്മാനമായി തന്നിട്ടുണ്ട് എങ്കിൽ മൊബൈൽ ഫോണാണോ പ്രശ്നക്കാരൻ? അല്ല. ആ മൊബൈൽ ഫോണിനേക്കാൾ സ്നേഹം വളരെ കുറവായിരുന്നു ആരോട്? ആ അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട്. അവിടെയാണ് വിഷയം. 8ാം ക്ലാസ്സുകാരി MDMA ഉപയോഗിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അച്ഛനേക്കാൾ, അമ്മയേക്കാൾ, കുടുംബത്തിനേക്കാൾ, കളിയേക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടി ഇഷ്ടപ്പെട്ടത് ഈ സാധനത്തിനെ ആയിരിക്കും. അതുകൊണ്ട് കുട്ടികളെ കുറ്റം പറയും. 14 വയസ്സുകാരി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനോട് പറഞ്ഞതും ചാനലിനോട് പറഞ്ഞതും പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങളെ പത്രം വായിക്കണം എന്ന് പറഞ്ഞതാ. കുട്ടി പറഞ്ഞു, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലേക്ക് കുറേ ഏട്ടന്മാർ കൊണ്ട് ചേർത്തു. കുട്ടി പറഞ്ഞു, എനിക്ക് പിന്നീട് എൻ്റെ അച്ഛനേക്കാൾ, എൻ്റെ പാരൻസിനേക്കാൾ, എൻ്റെ ടീച്ചേഴ്സിനേക്കാൾ എനിക്കിഷ്ടം ഇൻസ്റ്റഗ്രാമിനോടായി മാറി. പോലീസ് കുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇൻസ്റ്റഗ്രാം അച്ഛനേക്കാൾ കൂടുതൽ നിനക്ക് തന്നത്? കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ നോ 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 എന്ന ശബ്ദം മാത്രം, പടി, തിന്ന്, കുളി, റെസ്ട്രിക്ഷൻ മാത്രം. പക്ഷേ ആ ഇൻസ്റ്റഗ്രാമിലെ ഗ്രൂപ്പിലുള്ള ഏട്ടനും മേച്ചിയും ഒക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് കാണണം പോലീസേ. മോളെ എഴുന്നേറ്റോ? നീ എഴുന്നേറ്റു. എന്തിനാ മോളെ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? കുറച്ചുകൂടി സമയം ഉറങ്ങാമായിരുന്നില്ലേ? അച്ഛൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ സൈഡിൽ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരം കൊണ്ടും ഇടപെടൽ കൊണ്ടും കുട്ടിയുടെ ഹൃദയത്തെ കവർന്നെടുക്കാൻ കഴിഞ്ഞു ഇൻസ്റ്റഗ്രാമിന്. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ ഒളിച്ചോടി പോകുന്നത്. ഭർത്താവ് കുടു എന്ന് പറയുമ്പോൾ അടുത്ത വിടലെ ചങ്ങായി മോളൂട്ടി, തങ്കു, ഇന്നലത്തെ ഇട്ട ഡ്രസ്സ് എത്ര മനോഹരം, ഇങ്ങനെ നിങ്ങളും ഞാനും ഒക്കെ ഉള്ളിൽ ആഗ്രഹിക്കുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ കെയർ ചെയ്യാൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭർത്താവും ഭാര്യയും പല വഴിക്ക് പോകും. ഇതൊക്കെ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളും പോകും. മനസ്സിലായില്ലേ? അവിടെ സൂക്ഷിക്കണം. മക്കൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും വീണ്ടും വീണ്ടും കാണണമെന്നും തോന്നുന്നത് മൊബൈൽ ഫോണും അതിനപ്പുറത്തേക്ക് കോന്തപ്പനും കോന്തപ്പിയുമാണ്, കാമുകനും കാമുകിയുമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഈ കോഴിക്കോടുള്ള അവിടെ ഒരു സരോവരം പാർക്കുണ്ട്, അതുവഴിയൊക്കെ ഒന്ന് സഞ്ചരിക്കുക. 8 മണിക്കൊക്കെ ഒന്ന് പോവുക. രാത്രിയല്ല, രാവിലെ 8 മണിക്കൊക്കെ എന്ത് മനോഹരമായ കാഴ്ചകളാണെന്നറിയോ നിങ്ങൾ? ഞാൻ ഞെട്ടിയിട്ടുണ്ട്. എൻ്റെ മോളാണെന്ന് ഞാൻ പലപ്പോഴും സങ്കല്പിച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹം എൻ്റെ നാവിന് പിടുത്തമിട്ടിരിക്കുന്നു, കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ പ്രതികരിക്കും? പിന്നെ എന്ത് ചെയ്യും നമ്മൾ? എൻ്റെ മക്കൾ ആ രീതിയിലേക്ക് വളർത്താതിരിക്കാൻ ഒരു ശീലമുണ്ടാക്കുക. നമ്മളൊക്കെ, എൻ്റെ ഭാര്യയൊക്കെ പറയാറുണ്ട്, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ, നമ്മൾ പറഞ്ഞതല്ലേ, നമ്മൾ ഓടിയതല്ലേ. ശരിയാണ്, ഞാനും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ആയിഷയുടെ കൂടെ, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മഞ്ജുവിൻ്റെ കൂടെ, എൻ്റെ ബിന്ദുവിൻ്റെ കൂടെ ഒക്കെ ഞാൻ സ്കൂളിൽ പോയത്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്, ഒന്നിച്ച് ഓടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോളെ ഇതേ രീതിയിൽ ഞാൻ പണ്ട് മഞ്ജുവിൻ്റെ കൂടെ ഓടിയതുപോലെ, ഞാൻ ആയിഷയുടെ കൂടെ ഓടിയതുപോലെ അങ്ങനെ സ്വതന്ത്രമായിട്ട് തുറന്നു വിടാൻ എനിക്ക് കഴിയില്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിച്ച രംഗീഷും 10ാം ക്ലാസ്സിൽ പഠിച്ച മഞ്ജുവുമല്ല ഇന്നത്തെ 10ാം ക്ലാസ്സിലെ കുട്ടി. അന്ന് മഞ്ജു കുട്ടിയായിരുന്നു, രംഗീഷ് കുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും മഞ്ജുവും ആയിഷയും ബിന്ദുവുമെല്ലാം പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറിയിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള, അമ്മയാകാൻ പ്രാപ്തിയുള്ള കുട്ടിയായി മാറിയിരിക്കുന്നു. ആ കുട്ടിയുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയും തൊട്ടാൽ കുട്ടിയുടെ സെക്സ് ഹോർമോൺസ് വർക്ക് ചെയ്യുമെന്ന് എന്തേ അമ്മമാർക്ക് മനസ്സിലാവാത്തത്? അങ്ങനെ കുട്ടി അതിൻ്റെ പ്രതിരോധത്തിൽ വളർത്താത്തിടത്തോളം കാലം കുട്ടി വഴിതെറ്റിപ്പോയിട്ടില്ല എങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? കുട്ടിയാണോ? അതുകൊണ്ട് സൂക്ഷിക്കണം. ആൺപെൺ സൗഹൃദങ്ങളൊക്കെ വളരണം. പക്ഷെ ആ സൗഹൃദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കണ്ണിലേക്ക് മാത്രമാവരുത് നിങ്ങളുടെ മക്കളുടെ പ്രണയം. നിങ്ങളുടെ മക്കളുടെ ചിരി ഒരു വാട്സപ്പിലേക്ക് മാത്രമാവരുത്. എല്ലാ മനുഷ്യരോടും, എല്ലാ കുട്ടികളോടും, എല്ലാ അധ്യാപകരോടും ചിരിക്കാൻ, സംസാരിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ വർണ്ണത്തുമ്പികളായി ഈ ക്യാമ്പസിൽ പറക്കട്ടെ. അതല്ല, ഒരാളിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മക്കളുടെ കോൺസെൻട്രേഷൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, കഥ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ 2 പോയിന്റ് കൂടി പറയും, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മൊബൈൽ ഫോണാണ് വിഷയം, സൈബർ ലോകമാണ് വിഷയം, ലഹരി മറ്റൊരു സൈഡിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്ക് മൊബൈൽ ഫോൺ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ട പ്രാപ്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. എനിക്കറിയാവുന്നൊരു എന്തുകൊണ്ടാണ് ലഹരി കുട്ടിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. സിഗരറ്റ് ഒരു ലഹരിയാണോ? യെസ് ഓർ നോ? വെരി ഗുഡ്.
പക്ഷെ സിഗരറ്റ് ഒരു പ്രാവശ്യം വലിച്ചാലൊന്നും വീണ്ടും വീണ്ടും വലിക്കാൻ തോന്നൂല്ല. കള്ളൊരു പ്രാവശ്യം കുടിച്ചാലൊന്നും വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നൂല്ല. പക്ഷെ MDMA എന്ന് പറയുന്ന സാധനം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ 48 മണിക്കൂർ അതിൻ്റെ ഹാങ് ഓവർ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാവും. 48ാമത്തെ മണിക്കൂറിൽ അതേ അളവിൽ ഈ സാധനം കുട്ടിക്ക് കിട്ടിയില്ല എങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വയലൻസ് പ്രകടിപ്പിക്കും. ഭീകരമായിരിക്കും. അച്ഛനോടും അമ്മയോടും പൊട്ടിത്തെറിക്കും, അടിക്കും, ഉപദ്രവിക്കും, കത്തികൊണ്ട് കുത്തും. കൊലപാതകമാണ് ഇതിൻ്റെ റിസൾട്ട്. അൾട്ടിമേറ്റ് റിസൾട്ട് ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ സൂയിസൈഡ്.